കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജായിർ. അക്രമിയായ ഭരണാധികാരിയോട് സത്യപ്രഖ്യാപനം നടത്തി. അവസാനം ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന ഭരണാധികാരി പട്ടാളത്തെ വിളിച്ചിട്ട് പറയുകയാണ്, ഈ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ വെറുതെ വിടാൻ പറ്റൂല. ആരാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെന്നറിയുമോ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അരിമ മകനാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രിയപ്പെട്ട സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നടന്ന വഴിയിൽ ഒരു സ്റ്റെപ്പ് മാറാതെ മുത്തബിഉ സുന്നയായി ജീവിച്ച മഹാനാണ്. ഹബീബായ നബി തങ്ങൾ ഒരു വഴിയെ നടന്നു പോയപ്പോൾ വഴിയിലുണ്ടായിരുന്ന ഒരു മരത്തെ തട്ടാതിരിക്കാൻ കുനിഞ്ഞു പോയിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ പിൽക്കാലത്ത് പോകുമ്പോ മരം അവിടെയില്ല. ആദരവോടെ അവിടെ അപ്പോഴും കുനിഞ്ഞ് റസൂലുള്ളാഹിനോട് ബഹുമാനം കാണിച്ച മഹാനാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ ആക്രമിക്കാൻ ഓർഡറിട്ടതാരാണ്? ഇസ്ലാമിന്റെ ഖിലാഫത്തിന്റെ പേരിൽ ഭരണാധികാരം നടത്തുന്ന ഹജ്ജാജ് ഇബ്നു യൂസുഫ് അങ്ങ് ഓർഡറിട്ടപ്പോ വിഷത്തിലൂട്ടിയ ആയുധം കൊണ്ടുവന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ ആക്രമിക്കുകയാണ്. സിയറു അഅ്ലാമിൻ നുബല എന്ന ഗ്രന്ഥമൊന്ന് മറിച്ചു നോക്കുമോനെ, കാണാം സഹോദരാ, ചരിത്രം വളരെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്. ആ ആക്രമണത്തിൽപ്പെട്ട് കിടന്ന അതേ രോഗത്തിലാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ വഫാത്താകുന്നത്. ജാടയ്ക്ക് വേണ്ടി ചങ്ങാതി ഹജ്ജാജ് ഇബ്നു യൂസുഫ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ കാണാൻ വേണ്ടി വന്നപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ രോഗിയായി ക്ഷീണിച്ച് കിടക്കുകയാണ്. കാണാൻ വന്ന ഹജ്ജാജിനോട് അതേ രോഗശയ്യയിൽ കിടന്ന് പ്രതിഷേധമറിയിച്ച മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെന്ന ഇസ്ലാമിന്റെ ഈറ്റപ്പുലിയുടെ പൊന്നുമോൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ അസ്സഹാബിയുൽ ജലീൽ. ഇബ്നു ഉമർ തങ്ങളെ കൊന്നുകളഞ്ഞതാരാ? ക്രൈസ്തവ റോമായിരുന്നില്ല, ജൂതരാജ്യങ്ങളായിരുന്നില്ല, ബഹുദൈവാരാധകരായ മുശ്രിക്കീങ്ങളായിരുന്നില്ല. ഈ സമുദായത്തിന്റെ പേരിലുള്ള ആളുകൾ തന്നെ. ചരിത്രമൊന്ന് പഠിച്ചു നോക്കുമോനെ. കണ്ടില്ലേ സഹോദരന്മാരെ? ഇനി വരൂ, മഹാനായ സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങളെ അറിയുമോ? ആരാണ്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട പൊന്നുമോനാണ്. കാന സവ്വാമൻ നഹാരി വഖവ്വാമൽ ലൈൽ. പകലന്തിയോളം ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലെ താപത്തിന്റെ നടുവിൽ സുന്നത്ത് നോമ്പ് പതിവാക്കിയിരുന്ന മഹാനാണ്. നേരം വെളുക്കുവോളം മുസല്ലയിൽ നിന്ന് നിസ്കരിച്ച ചെറുപ്പക്കാരനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. ആ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് വായിച്ചു നോക്കുമോനെ. കണ്ണുനീരിറ്റാതെ ചരിത്രഗ്രന്ഥം താഴെ വെക്കാൻ കഴിയില്ല. ആരാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരിയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോളായ അസ്മാ ബീബി റളിയല്ലാഹു അൻഹയുടെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, തങ്ങളെ, എല്ലാ പെണ്ണുങ്ങൾക്കും ഇന്നയാളുടെ ഉമ്മ എന്ന പേരുണ്ട്. എനിക്ക് ഉമ്മു ദർദ എന്ന് പേരുണ്ട്, ഉമ്മു മഅബദ് എന്ന് പേരുണ്ട്.
ഉമ്മു സുലൈം എന്ന പേരുണ്ട്, ഉമ്മു അനസ് എന്ന പേരുണ്ട്, ഉമ്മു ജാബിർ എന്ന പേരുണ്ട്. എന്നാൽ പ്രിയമുള്ള ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, എനിക്ക് മക്കളില്ല, അതുകൊണ്ട് എനിക്ക് ഇന്നയാളുടെ ഉമ്മയെന്ന് പറയാൻ എനിക്കൊരു മോനോ മോളോ ഇല്ല. അള്ളാന്റെ ഹബീബ് പറയുന്ന, മോളെ, പൊന്നുമോള് ആയിഷ, വിഷമിക്കണ്ട ആയിഷ, അസ്മാഇന്റെ പൊന്നുമോൻ അബ്ദുല്ലാന്റെ പേര് മോള് പേരിന്റെ കൂടെ ചേർത്തോ, ഉമ്മു അബ്ദില്ലാ, അബ്ദുല്ലാന്റെ ഉമ്മയെന്ന് വിളിച്ചോട്ടെ. ആയിഷ ബീവിക്ക് ഉമ്മു അബ്ദില്ല എന്നുള്ള പേര് കിട്ടിയത് അസ്മാ ബീവി എന്ന ജ്യേഷ്ഠത്തിയുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈറിലേക്ക് ചേർത്തിട്ടാണ്. റളിയല്ലാഹു അൻ കുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ. ആ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ആണ്, പ്രിയമുള്ള സഹോദരങ്ങളെ, ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന ഇസ്ലാമിന്റെ പേരിലുള്ള ഭരണാധികാരി പരിശുദ്ധമായ കഅബാലയത്തിനെതിരെ അമ്പയ്യാൻ തുടങ്ങുകയാണ്. എന്തൊരത്ഭുതമാണ്! ഇസ്ലാമിന്റെ പേരിലുള്ള ഭരണാധികാരി കഅബാലയത്തെ പൊളിക്കാൻ വന്നതാ. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ എന്ന ഈമാനുള്ള ചെറുപ്പക്കാരന് സഹിക്കാൻ വയ്യ. പടക്കളത്തിലേക്ക് ചാടിയിറങ്ങി, ആരും തടുക്കാനില്ല, ഏറെ സംഘങ്ങൾ കൂടെയില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ പടക്കളത്തിലേക്ക് അങ്ങ് ചാടിയിറങ്ങിയപ്പോ ഒരു ദിവസത്തെ പരാക്രമങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഉമ്മയാകുന്ന ബീവി അസ്മാഇന്റെ അടുക്കൽ നിൽക്കുകയാണ്. അസ്മാ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ഉമ്മ, വളരെ പ്രയാസം തന്നെ, എന്റെ കൂടെ ഏറെ ആളുകളില്ല. അപ്പോഴാണ് മഹദിയായ ബീവി അസ്മാ റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ ശബ്ദം പരിസരത്തിരുന്ന് കേൾക്കുന്ന ഉമ്മപെങ്ങന്മാര് മനസ്സിലൊന്ന് ആലോചിച്ചു നോക്ക്. 90 വയസ്സ് കഴിഞ്ഞ മഹദിയാണെന്ന് ബീവി അസ്മാ റളിയല്ലാഹു അൻഹ. ആരാണ് ബീവി അസ്മാ? അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തപ്പോ സൗർ ഗുഹയുടെ ഉള്ളിലേക്ക് ഭക്ഷണം കൊണ്ട് കൊടുത്ത മഹദിയാണ്. അള്ളാന്റെ ഹബീബിനുള്ള ഭക്ഷണം എടുത്തു വെച്ചപ്പോ കെട്ടാൻ കയറില്ല. ഉടനെ മേൽമുണ്ട് രണ്ടായി കീറിയിട്ട് അതിന്റെ ഒരു ഭാഗം കൊണ്ട് ഭക്ഷണം കെട്ടിപ്പാകം ചെയ്ത് അള്ളാന്റെ ഹബീബിന്റെ അടുക്ക ചെന്നപ്പോ നബിതങ്ങൾ വിളിച്ച ഓമനപ്പേരാണ് ഇരട്ടപ്പട്ടക്കാരിയായ അസ്മാ. ഒരു കീറുമുണ്ടുകൊണ്ട് മേൽമുണ്ടണിഞ്ഞു, മറ്റൊരു ഭാഗമെടുത്ത് ഭക്ഷണവും കെട്ടിപ്പൊതിഞ്ഞു. അങ്ങനെയുള്ള മഹദിയായ ബീവി അസ്മാ റളിയല്ലാഹു അൻഹാ മകനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങളോട് പറയാണ്, ഓ മോനെ അബ്ദുല്ലാ, ഒറ്റയ്ക്കാണെങ്കിലും അള്ളാന്റെ ദീനിനു വേണ്ടി പോരാടാൻ ഇറങ്ങണം മോനെ. അപ്പോഴാണ് മഹദി അവർകളോട് പറയുന്നു, ഉമ്മ, അവരെന്നെ കൊന്നുകളയുമുമ്മ, അതിൽ എനിക്ക് പേടിയില്ല. പക്ഷേ കൊന്നുകളഞ്ഞിട്ടെന്നെ അവര് വെറുതെ വിടൂല, എന്നെ അവര് മരത്തിൽ ക്രൂശിച്ച് നാട്ടുമല്ല ഉമ്മ. അതാലോചിച്ചിട്ടെനിക്ക് ചിന്തിച്ചിട്ടെനിക്ക് സഹിക്കുന്നില്ല. ഉമ്മമാരെ ആലോചിക്കണം. പ്രിയപ്പെട്ട പൊന്നുമോൻ, നൊന്തുപറ്റ ഓമന മോനാണ് അടുത്ത് വന്നിട്ട് പറയുന്നത്, അള്ളാന്റെ ദീനിനു വേണ്ടി എന്നെ കൊല ചെയ്യപ്പെടും ഉമ്മ, അതിൽ എനിക്ക് പേടിയില്ല. കൊന്നിട്ടവര് വെറുതെ വിടൂല, അവര് മരത്തിൽ എന്നെ കെട്ടിത്തൂക്കുമല്ലോ.
ഇതങ്ങ് കേട്ടപ്പോരുമ്മ പൊട്ടിക്കരഞ്ഞ് അടുത്തു പിടിച്ച് ആലിംഗനം ചെയ്ത് അടുപ്പത്തിരുത്തേണ്ടതല്ലേ? പക്ഷേ ഈമാൻ അകത്തളത്തിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മ പറയാണ്, മോനെ പിന്മാറല്ല മോനെ. അറുക്കപ്പെടുന്ന മൃഗത്തിന് തൊലിയുരിക്കപ്പെടുമെന്ന് ചിന്തിച്ച് വേദനിക്കേണ്ടതില്ല. അറുക്കപ്പെടുന്ന മൃഗം തൊലിയുരിക്കപ്പെടുമെന്ന് ചിന്തിച്ച് സങ്കടപ്പെടേണ്ടതില്ല. അതുകൊണ്ട് അവര് കൊന്നാലും വേണ്ടില്ല, അവര് മരത്തിൽ നാട്ടിയാലും വേണ്ടില്ല. അള്ളാന്റെ ഹബീബിന്റെ ദീനിന്റെ വഴിയിൽ നിന്ന് പിന്മാറല്ല മോനെ. അപ്പോഴാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഇറങ്ങി അള്ളാന്റെ ദീനിന്റെ മാർഗത്തിൽ ഹജ്ജാജ് ഇബ്നു യൂസുഫിനെതിരെ പടക്കളത്തിലേക്ക് ചാടിയിറങ്ങുമ്പോ, പ്രിയമുള്ള സഹോദരാ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ തങ്ങളെ കൊല ചെയ്ത് കളയുകയാണ്. ലുത്ഫുൻ കാം ഹോഹി ജായേഗാ शाद हरना काम हो ही जाएगा. जान दे दो वादे दीदार पर नक़द अपना दाम हो ही जाएगा. बेनिशानों का निशान मिटता नहीं, मिटते मिटते नाम हो ही जाएगा. बेनिशानों का निशान मिटता नहीं, मिटते मिटते नाम हो ही जाएगा. നല്ലതിനു വേണ്ടി സമർപ്പിക്കുന്നവരുടെ പേരുകൾ അമരമായ നാമമാണ്, അവസാനിക്കാത്ത വിലാസമാണ്, ഒടുങ്ങാത്ത അംഗീകാരമാണ്. ലോകമാകമാനമുള്ള ഏത് ശക്തികൾ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും ഇന്നലകളിലെ ജാജ്വല്യമായ താരങ്ങളെ മറച്ചു വെക്കാൻ പറ്റൂല. ത്യാഗോജ്വലമായി മതത്തിന്റെ വഴിയിൽ ആത്മാർപ്പണം നടത്തിയവരെ മറച്ചു പിടിക്കാൻ ഒരു കാലത്തിന്റെ മൂടപടത്തിനും സാധ്യമല്ല, ഒരു അധികാരിയുടെ തേറ്റയ്ക്കും സാധ്യമല്ല. ഇന്ന് ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ അനുകരിക്കുന്നവരാരെങ്കിലും ദുനിയാവിലുണ്ടോ? ഫറോവായി സ്നേഹിക്കുന്നവർ ലോകത്തുണ്ടോ? ഖാറൂനിനെ അംഗീകരിക്കുന്നവർ ലോകത്തുണ്ടോ? കഴിഞ്ഞുപോയ ലോകത്തെ ധിക്കാരികൾ മുഴുവനും കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് അവരുടെ അധികാരത്തിന്റെ പീഠത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. അന്നൊക്കെയും ഇരകളായി നിന്ന അള്ളാഹുവിന്റെ മതത്തിന്റെ ആലിമീങ്ങള് ഊതിക്കാച്ചിയ പൊന്നുപോലെ ലോകത്ത് വിലാസം നേടി നിൽക്കുക.